ഹായ്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LGSലെ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് PYQ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കൊടുക്കുക. രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു പ്രസ്താവന ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഓപ്ഷൻസ് നമുക്ക് നോക്കാം. രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. നോക്കിക്കൊള്ളുക. മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തദാനം ചെയ്യരുത്. സാംക്രമിക രോഗമുള്ളവർ രക്തദാനം ചെയ്യരുത്. നമുക്ക് താഴെ മുതൽ നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. സാംക്രമിക രോഗമുള്ളവർ രക്തദാനം ചെയ്യരുത്. ഈ സാംക്രമിക രോഗം അഥവാ പകർച്ചവ്യാധികൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല, രക്തദാനം ചെയ്യാൻ പാടില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ അവരെന്ത് ചെയ്യാൻ പാടില്ല, രക്തദാനം ചെയ്യാൻ പാടില്ല. ശരിയാണ്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം, രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കും. മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാം. മാസത്തിൽ ഒരിക്കലാണോ രക്തദാനം? അല്ല, അത് 3 മാസത്തിൽ ഒരിക്കലാണ്. 3 മാസത്തിൽ ഒരിക്കലാണ് രക്തദാനം ചെയ്യാവുന്നത്. അപ്പം A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് BCD എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ളത് A ഓപ്ഷൻ ആണ്. 3 മാസത്തിൽ ഒരിക്കലാണ് രക്തദാനം ചെയ്യാവുന്നത്. ബാക്കി പറഞ്ഞ ഓപ്ഷനുകളെല്ലാം രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്, സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കിക്കോളുക. അടുത്ത ചോദ്യം, ഹൃദയം അല്ലെ രക്തപരിചരണ വ്യവസ്ഥയുമായിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഹൃദയത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നമുക്കറിയാം, നമുക്ക് മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത് അല്ലെ. മുകളിലെ അറകളെ ഏട്രിയം എന്നും താഴത്തെ അറകളെ നമ്മൾ വെൻട്രിക്കിൾ എന്നും പറയുന്നു അല്ലെ. ഇത് വലത് ഏട്രിയം, ഇത് വലത് വെൻട്രിക്കിൾ, ഇത് ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. മുകളിലെ അറകളെ ഏട്രിയം എന്നും താഴത്തെ അറകളെ വെൻട്രിക്കിൾ എന്നും പറയുന്നു. വലതുവശമുള്ളതുകൊണ്ട് വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. അതിനൊക്കെ ആണല്ലോ. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സിരകളും ധമനികളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. രക്തക്കുഴലുകൾ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കാം, സിരകളെന്നും ധമനികളെന്നും. എന്താണ് ധമനി? ഒന്നുമില്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. ആണോ? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുവന്നത് ഹാർട്ടാന്ന് വിചാരിക്കുക. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. അത്തരത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ധമനികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ധമനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധമനി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ധമനികളെന്നും. ഇനി ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളുണ്ട്. അത്തരത്തിൽ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് സിരകളെന്നുമാണ്. അപ്പോൾ ധമനികൾ എന്താണ്, സിരകൾ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ധമനികളെന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ സിരകളുമാണ്. ഇനി ഒരു പോയിന്റ് പഠിക്കുക. ധമനികൾ സാധാരണഗതിയിൽ ഏത് തരം രക്തമാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധമനികള് സാധാരണഗതിയിൽ ഏതാണ്, ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ധമനികള് സാധാരണഗതിയിൽ എന്ത് രക്തം വഹിക്കുന്നത്, ശുദ്ധരക്തമാണ് വഹിക്കുന്നത്, അഥവാ ഓക്സിജൻ അടങ്ങിയ രക്തമാണ് കൊണ്ടുപോകുന്നത്. സിരകള് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ധമനികള് സാധാരണഗതിയിൽ ശുദ്ധരക്തം വഹിക്കുന്നവയാണ്. സിരകള് സാധാരണഗതിയിൽ അശുദ്ധ രക്തം വഹിക്കുന്നവയാണ്. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശം അഥവാ ലങ്സിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്വാസകോശ ധമനികള് സാധാരണഗതിയിൽ എന്ത് രക്തമാണ് വഹിക്കുന്നത്? ഇത് ലങ്സിലേക്ക് വന്നാൽ മാത്രമേ ഓക്സിജൻ കൊടുത്ത് ശുദ്ധരക്തമാവുകയുള്ളൂ.
അപ്പൊ ഈ ശ്വാസകോശ ധമനികള് വഹിക്കുന്നത് ഏത് രക്തമാണ്? അശുദ്ധ രക്തമാണ്. അശുദ്ധ രക്തമാണ്. ഈ രക്തം ലങ്സിൽ ചെന്ന് ലങ്സ് ഓക്സിജൻ കൊടുത്താൽ മാത്രം ഇത് ശുദ്ധരക്തമാവുകയുള്ളൂ. എന്നിട്ട് ആ ശുദ്ധരക്തത്തെ വഹിച്ചുകൊണ്ടുവരുന്ന ആരാണ്? ശുദ്ധരക്തത്തെ വഹിച്ചുകൊണ്ടുവരുന്ന ഈ രക്തക്കുഴലിൽ സിരകളാണ്. ലങ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ശ്വാസകോശ സിരയാണ്. അപ്പോൾ ശ്വാസകോശ സിര ഏത് രക്തമാണ് കൊണ്ടുവരുന്നത്? ഓക്സിജൻ അടങ്ങിയ അല്ലെങ്കിൽ ശുദ്ധരക്തമാണ് കൊണ്ടുവരുന്നത്. ശുദ്ധരക്തമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു ധമനികൾ സാധാരണഗതിയിൽ എന്ത് രക്തം വഹിക്കുന്നു? ശുദ്ധരക്തം വഹിക്കുന്നു. പക്ഷേ ശ്വാസകോശ ധമനി മാത്രം എന്ത് രക്തം വഹിക്കുന്നു? അശുദ്ധ രക്തം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ശ്വാസകോശ ധമനി ഒഴികെ ബാക്കി എല്ലാ ധമനികളും എന്ത് രക്തം വഹിക്കുന്നത്? ശുദ്ധരക്തം വഹിക്കുന്നത്. ശ്വാസകോശ ധമനി മാത്രമാണ് എന്ത് വഹിക്കുന്നത്? അശുദ്ധ രക്തം വഹിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ശ്വാസകോശ ധമനി മാത്രമേ അശുദ്ധ രക്തം വഹിക്കുകയുള്ളൂ. അതേപോലെ സിരകളെയും ചിന്തിക്കുക. സാധാരണ സിരകളെല്ലാം എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. പക്ഷേ ശ്വാസകോശ സിര മാത്രം എന്ത് വഹിക്കുന്നു? ശുദ്ധരക്തം വഹിക്കുന്നു. ആ ഒരു എക്സെപ്ഷണൽ കേസ് മനസ്സിലാക്കുക. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്നാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചോദ്യം വന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു ധമനികളെല്ലാം സാധാരണഗതിയിൽ ശുദ്ധരക്തം വഹിക്കുന്നു. പക്ഷേ ശ്വാസകോശ ധമനി മാത്രം അശുദ്ധ രക്തം വഹിക്കുന്നു. അടുത്ത പോയിന്റ് പറഞ്ഞത് സിരകളെല്ലാം സാധാരണഗതിയിൽ അശുദ്ധ രക്തം വഹിക്കുന്നു. പക്ഷേ ശ്വാസകോശ സിരകൾ മാത്രം ശുദ്ധരക്തം വഹിക്കുന്നു. ആ പോയിന്റ് പക്ക ക്ലിയർ ആണ് എങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ചോദിച്ചു. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു ധമനികൾ എല്ലാം എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതെന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരി ഉത്തരമാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? എല്ലാ സിരകളും എല്ലാ ധമനി എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നുണ്ടോ? എല്ലാ ധമനികളും. ശ്വാസകോശ ധമനി വഹിക്കുന്നത് അശുദ്ധ രക്തമാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ധമനിയെന്ന് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തത് എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. ആണോ? എല്ലാ സിരകളും ആണോ? ശ്വാസകോശ സ്ഥിര എന്തുവരെ വഹിക്കുന്നത്? ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സിരകളും ശുദ്ധരക്തം വഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തത് കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. കൊറോണറി ധമനി എന്താണെന്ന് പഠിക്കണം. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് കൊറോണറി ധമനി എന്ന് പറയുന്നത്. അല്ലെ? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് കൊറോണറി ധമനി. അതായത് ഒന്നുമില്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ആവശ്യമായിട്ട് ഓക്സിജൻ വേണം. എല്ലാ ഓർഗനുകളുടെയും ഫംഗ്ഷൻ ആവശ്യമായിട്ട് ഓക്സിജൻ വേണം. പത്രത്തിൽ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ആവശ്യമായിട്ടും എന്ത് വേണം? ഓക്സിജൻ വേണം. ആ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൊറോണറി ധമനി എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിലേക്ക് ഓക്സിജൻ കൊണ്ടുവരുന്നതല്ലേ? അപ്പോൾ ഓക്സിജൻ ഉള്ള രക്തത്തെ നമ്മൾ ശുദ്ധരക്തം എന്നാണ് വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നാ അല്ലെ? കൊറോണറി ധമനി ഓക്സിജൻ ഉള്ള രക്തമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ശുദ്ധരക്തമല്ലേ? ഇത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും. അടുത്തത് ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു ശ്വാസകോശ ധമനികൾ പൊതുവെ ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. പക്ഷെ ശ്വാസകോശ ധമനി മാത്രം അശുദ്ധ രക്തം വഹിക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ബി ആണ് കേട്ടോ. ഇത് ബി, സി. ഓപ്ഷൻ ബി പ്രസ്താവന 4 ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലെ ഡീപ്പായിട്ടാണ് ഇപ്പൊ LGSലും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചാലേ കാര്യമുള്ളൂ. നമ്മൾ ചുമ്മാ ബേസിക് ലെവലിൽ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഈ കഴിഞ്ഞ LGSന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്: നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നമുക്കറിയാം എന്താണ് നിശാന്തത. നിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ അല്ലെങ്കിൽ രാത്രിയാണെന്നാണ് അല്ലെ? നിശയിൽ ഉണ്ടാവുന്ന അന്ധത, അതായത് രാത്രി കാലങ്ങളിൽ കാഴ്ചശക്തി ഇല്ലാതാകുന്ന അവസ്ഥ. എന്തിന്റെ കുറവ് മൂലം? വിറ്റാമിൻ എയുടെ കുറവ് മൂലം. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശയിൽ അന്ധത ഉണ്ടാവുന്നു അല്ലെ? രാത്രിയിൽ അന്ധത ഉണ്ടാവുന്നു.
രാത്രി കാലങ്ങളിലുള്ള കാഴ്ചശക്തി ഇല്ലാതാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിശാന്തത എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി അല്ലെങ്കിൽ നാവികരുടെ പ്ലേഗ് എന്ന് പറയുന്നത്. എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അതൊരു ജനിതക രോഗമാണോ? ജനിതക രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനുകളുടെ വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ അതൊരു ജനിതക രോഗമല്ല അല്ലെ. ജീനുകളുടെ വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, വർണ്ണാതത, ഡൗൺ സിൻഡ്രം അല്ലെ, ക്ലീൻഫെൽറ്റർ സിൻഡ്രം, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ജീനുകളുടെ വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ. തൊഴിൽജന്യ രോഗങ്ങൾ, അതായത് നമ്മളൊരു തൊഴിലിൽ ഏർപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. ആസ്ബറ്റോസിസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ അല്ല അവർ ഈ ആസ്ബറ്റോസ് ഷീറ്റിന്റെ ആ ഒരു ഗന്ധം ശ്വസിക്കുന്ന മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആസ്ബറ്റോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. അപര്യാപ്ത രോഗങ്ങൾ, എന്തിൻ്റെങ്കിലും കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപര്യാപ്ത രോഗങ്ങൾ. നോക്കിക്കൊള്ളുക, ഇവിടെ വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത ഉണ്ടാവുന്നു, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാവുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ഏത് ഗണത്തിൽ പെടുത്താം? അപര്യാപ്ത രോഗങ്ങളുടെ ഗണത്തിൽ പെടുത്താം. ഓപ്ഷൻ ഡി അല്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യനിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? അപ്പൊ നമുക്കറിയാം നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് മൗത്തിൽ നിന്നാണ്, വായിൽ നിന്നാണ്. അതിൽ പല്ലുകൾക്ക് പ്രധാന പങ്കുണ്ട്. പല്ലുകളാണ് ഈ ഭക്ഷണത്തെ കടിച്ചെടുക്കാനും കടിച്ചു കീറാനും ചവച്ചരയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത്. പ്രധാനമായിട്ടും പല്ലുകൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർമ്മണകം, ചർമ്മണകം, 4 പല്ലുകളാണുള്ളത്. ആ പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ദന്തർ ഫോർമുല നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ദന്തർ ഫോർമുല എന്ന് പറയുന്നത് 2123 എന്ന് പറയുന്നത് 2123 എന്ന് പറയുന്നത് അല്ലെ. 2123 ആണ് നമ്മുടെ ദന്തൽ ഫോർമുല എന്ന് പറയുന്നത്. അത് ഈ ഒരു സൈഡിലുള്ള മാത്രമാണ് കേട്ടോ, ഈ ഒരു സൈഡിലുള്ള മാത്രമാണ് 2123. അപ്പൊ നമ്മൾ ടോട്ടൽ അറിയണമെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാം 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ഭാഗത്തുള്ള പല്ലുകളുടെ എണ്ണം അറിയാൻ സാധിക്കും. ആണോ? 2 എണ്ണം എന്ന് പറയുന്നത് ഇൻസിസസ് അല്ലെങ്കിൽ ഉളിപ്പല്ലാണ്. 1 കോമ്പല്ല് കനൈനാണ്. 2 അഗ്രചർമ്മണകം പ്രീമോളാറാണ്. 3 മൊളാറാണ് അല്ലെ. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർമ്മണകം, ചർമ്മണകം. ഇതിന്റെ ടോട്ടൽ നമ്പർ അറിയാൻ വേണ്ടി എല്ലാത്തിനും 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 4 8 ഉളിപ്പല്ലുകളുണ്ട് ടോട്ടൽ. 1 × 4 കോമ്പല്ലുകളുണ്ട് ടോട്ടൽ മനുഷ്യനിൽ. 2 × 4 8 അഗ്രചർമ്മണങ്ങളുണ്ട്. അതേപോലെ 3 × 4 12 ചർവണങ്ങളുണ്ട്. ടോട്ടൽ 8 + 4 + 8 + 12 32 പല്ലുകൾ മനുഷ്യനുണ്ട്. ഈ എണ്ണം അറിയണമെങ്കിൽ ഈ ജസ്റ്റ് അത് ദന്തൽ ഫോർമുല മാത്രം ഒന്ന് ഓർത്തിരിക്കുക. 2123 ഓരോന്നിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര പല്ലുകൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ചോദ്യം അതല്ല. ചോദ്യം എന്താണ്? മനുഷ്യനിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് എന്നുള്ളതാണ്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർമ്മണകം, ചർമ്മണകം. ഏതാണ്? ആ മനുഷ്യനിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർമ്മണകങ്ങളാണ് അല്ലെ. ചർമ്മണകങ്ങളാണ് മനുഷ്യനിൽ അവസാനമായിട്ട് മുളച്ചു വരുന്ന പല്ലെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഓപ്ഷൻസ് ഉണ്ട്. ആൺ അനോഫിലസ്, പെൺ ഈഡീസ്, ആൺ ഈഡീസ്, പെൺ അനോഫിലസ്. ആരാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്ന ആരാണ്? പെൺ ഈഡീസ് കൊതുകുകളാണ്. ഈഡീസ് കൊതുകുകളാണ് എന്ത് പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബാക്കി രണ്ട് കൊതുകുകളുടെ പേര് പറയാം. അവ പരത്തുന്ന രോഗങ്ങൾ നമുക്കൊന്ന് പഠിക്കണം. ഒന്ന് അനോഫിലസ് മോസ്കിറ്റോ. അനോഫിലസ് ഇവിടെ ഉണ്ടല്ലോ, അനോഫിലസ്. പിന്നീട് ക്യൂലസ്. ഈ മൊസ്കിറ്റോസ് എന്തൊക്കെ രോഗങ്ങളാണ് പരത്തുന്നത്? ക്യൂലസ്. മന്ത് പരത്തുന്നത് ആരാണ്? ക്യൂലസ് മൊസ്കിറ്റോസ് ആണ്. ക്യൂലസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഇനി മലേറിയ പരത്തുന്നത് അനോഫിലസ് ആണ്. മലേറിയ പരത്തുന്നത് അല്ലെ, മലേറിയയുടെ വാഹകർ, മന്തിന്റെ വാഹകര് അല്ലെങ്കിൽ മന്ത് പരത്തുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്യൂലസ് കൊതുകുകളാണ്. മലേറിയ പരത്തുന്നതോ അനോഫിലസ് കൊതുകുകളാണെന്ന് മനസ്സിലാക്കുക. ഡെങ്കിപ്പനി പറഞ്ഞു ഈഡീസ് കൊതുകുകളാണ് എന്ത് പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് വളരെ SCRT ബേസിലുള്ള ചോദ്യമാണ്. വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്തത്, ഒറ്റപ്പെട്ടത് ഏതാണ് എന്ന് കണ്ടെത്തുക. ഓരോ ടോപ്പിക്കും അതായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫാക്റ്റും ഉണ്ട്. അതിൽ ഒറ്റപ്പെട്ട ഏതാണെന്ന് കണ്ടെത്തുന്നു.
AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്ന് പറയുന്നു. ഡോട്ട്സ് ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നു. അഡ്രിനാലിൻ ഹോർമോൺ ആണ്. DTP വാക്സിൻ ആണെന്ന് പറയുന്നു. അതിൽ ഒറ്റപ്പെട്ട ഏതാണെന്ന് നോക്കുക. നോക്കിക്കൊള്ളുക, DPT. ഓക്കെ, DPT എന്ന് പറയുന്ന വാക്സിൻ ആണ് അല്ലേ. ഡിഫ്തീരിയ, പെർട്ടൂറിസിസ്, ട്യൂബർകുലോസിസ് നമ്മൾ കുത്തിവെക്കുന്ന വാക്സിൻ ആണ് അതെന്ന് പറയുന്നത്. DPT എന്ന് പറയുന്നത് അത് വാക്സിൻ ആണ്, കറക്റ്റ് ആണ്. അടുത്ത അഡ്രിനാലിൻ. അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത് അല്ലെ. എമർജൻസി ഹോർമോൺ എന്ന് പറയപ്പെടുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡോട്ട്സ് ക്ഷയത്തിനുള്ള ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. സോ ഡോട്ട്സ് ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത AB ബ്ലഡ് ഗ്രൂപ്പ് സാർവത്രിക ദാതാവ് ആണോ? AB ബ്ലഡ് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് സാർവത്രിക സ്വീകർത്താവ് എന്നാണ് അല്ലെ. O ബ്ലഡ് ഗ്രൂപ്പ് ആണ് സാർവത്രിക ദാതാവ്. ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് O ബ്ലഡ് ഗ്രൂപ്പ് ആണ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ RBCയുടെ മുകളിലുള്ള ആന്റിജനെ ബേസ് ചെയ്താണ്. RBCയുടെ മുകളിൽ A എന്ന് പറയുന്ന ആന്റിജൻ ആണ് ഉള്ളത് എങ്കിൽ, RBCയുടെ മുകളിൽ A എന്ന് പറയുന്ന ആന്റിജൻ ആണ് ഉള്ളതെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? A ആണ്. RBCയുടെ മുകളിൽ ഇനി B എന്ന് പറയുന്ന ആന്റിജൻ ആണ് ഉള്ളത് എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. ഇനി ഇവിടെ RBCയുടെ മുകളിൽ Aയും Bയും ആന്റിജൻ ഉണ്ട് എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇനി ഇവിടെ ആന്റിജൻ ഇല്ല എങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ആണ്. ഓക്കെ ആണോ? അപ്പൊ ആ ബ്ലഡ് ഗ്രൂപ്പ് പേര് കൊടുക്കുന്നത് ആന്റിജന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് ആന്റിജൻ ആണോ പ്രസന്റ്, A ആന്റിജൻ ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് A, B ആന്റിജൻ ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B, AB ആന്റിജൻ ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് AB. ആന്റിജൻ ഇല്ല എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് O ആണ് എന്ന് മനസ്സിലാക്കുക. ആന്റിജൻ ഇല്ല എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് O ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? യെസ്. അതേപോലെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് എന്നൊക്കെ പറയാം അല്ലേ. B പോസിറ്റീവ്, B നെഗറ്റീവ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. ആ ഫാക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ഫാക്ടർ അഥവാ RH ഫാക്ടർ എന്ന് പറയുന്നത്. RH ഫാക്ടർ, ഡി ഫാക്ടർ അഥവാ RH ഫാക്ടർ ഉണ്ട് എങ്കിൽ, അത് പ്രസന്റ് ആണ് എങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്ന ചിഹ്നം കൊടുക്കുന്നു. ഡി ഫാക്ടർ അഥവാ RH ഫാക്ടർ ഇല്ല എങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്ന ചിഹ്നം കൊടുക്കുന്നു. ആണോ? ഡി ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ട് എങ്കിൽ പോസിറ്റീവും, ഡി ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ ഇല്ല എങ്കിൽ നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? നെഗറ്റീവ് എന്ന് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഒരു രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ. നമുക്കറിയാം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ പ്രധാനമായിട്ടും 2 ചേംബറുകളാണുള്ളത്. ഇത് നമ്മുടെ ലെൻസാണ് അല്ലേ. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ണിൽ കോൺവെക്സ് ലെൻസ് പ്രധാനമായിട്ടും 2 ചേംബേഴ്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ ആണോ? ഈ ഒരു ഭാഗത്ത് നമ്മൾ കോർണിയ എന്ന് പറയുന്നു. ഓക്കെ, സോറി, കോൺവെക്സ് ലെൻസ്. അല്ലെ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. കോർണിയ അല്ലെ, കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ, നമ്മുടെ കണ്ണ് മാറ്റിവെക്കുക എന്നൊക്കെ പറയത്തില്ലേ. കണ്ണ് മാറ്റിവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ കോർണിയ മാറ്റിവെക്കുകയാണ്. ആ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, ഇനി 2 ചേംബേഴ്സ് ഉണ്ട്. ഈ കോർണിയക്കും ലെൻസിനും ഇടയിൽ ഒരു ചേംബർ ഉണ്ട്. ആ ചേംബർ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വസ് ചേംബർ എന്ന് പറയും. കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ചേംബർ അക്വസ് ചേംബറും. ഇനി ഈ കോർണിയ, ഇത് റെറ്റിന. ഈ കോർണിയക്കും റെറ്റിനയ്ക്കും ഇടയിലുള്ള ചേംബർ ആണ് ഇതെന്ന് പറയുന്നത് വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ട് 2 ചേംബറുകളുണ്ട്. ഒന്ന് ഇതാണ് കോർണിയ. കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ചേംബർ അക്വസ് ചേംബറും, കോർണിയക്കും റെറ്റിന, ഈ റെറ്റിനയിലാണ് ആക്ച്വലി പ്രതിബിംബം രൂപപ്പെടുന്നത്. കണ്ണിന്റെ കണ്ണിന് 3 പാളികളുണ്ട് അല്ലെ. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ആ റെറ്റിനയിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് അല്ലെ. ആ കോർണിയക്കും റെറ്റിനയ്ക്കും ഇടയിലുള്ള ആ ഒരു ചേംബറിനെ വിളിക്കുന്ന പേര് വിട്രിയസ് ചേംബർ. അക്വസ് ചേംബറിൽ അക്വസ് ഫ്ലൂയിഡും വിട്രിയസ് ചേംബറിൽ വിട്രിയസ് ഫ്ലൂയിഡും കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ചേംബറിൽ വിട്രിയസ് ഫ്ലൂയിഡും കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അക്വസ് ചേംബറിലുള്ള ഒരു ഫ്ലൂയിഡാണ് അക്വസ് ഫ്ലൂയിഡ്. അക്വസ് ചേംബറിലുള്ള ഫ്ലൂയിഡാണ് അക്വസ് ഫ്ലൂയിഡ്. ഈ അക്വസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അക്വസ് ദ്രവം രക്തത്തിൽ നിന്നുണ്ടാവുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യുന്നു.
രക്തത്തിൽ നിന്നുണ്ടാവുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാഗീരണം ചെയ്യപ്പെടുന്ന ദ്രാവകമാണ് എന്തെന്ന് പറയുന്നത് ഈ അക്വസ് ഫ്ലൂയിഡ് അഥവാ അക്വസ് ദ്രവം എന്ന് മനസ്സിലാക്കുക. ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം അല്ലെ, രക്തത്തിൽ നിന്നുണ്ടാവുന്ന രക്തത്തിലേക്ക് തന്നെ പുനരാഗീരണം ചെയ്യുന്നു. പുനരാഗീരണം തടസ്സപ്പെടുന്നത് മൂലം നമ്മുടെ കോർണിയയും അതേപോലെ ഇവിടെയുള്ള റെറ്റിനയുള്ള ചില സെല്ലുകളുണ്ട്, അതാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റർ സെല്ലുകൾ എന്ന് പറയുന്നത്, പ്രകാശഗ്രാഹി കോശങ്ങൾ. അങ്ങനെ കോർണിയയ്ക്കും ആ പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശമുണ്ടാവുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഗ്ലോക്കോമ എവിടെ ബാധിക്കുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, നമ്മൾ കുറച്ച് ഇൻഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കണം. എവിടെ ബാധിക്കുന്നു? കണ്ണിൽ ബാധിക്കുന്നു. എന്ത് മൂലം? കണ്ണിൽ അക്വസ് ചേംബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ്രാവകമാണ് അക്വസ് ഫ്ലൂയിഡ്. അക്വസ് ഫ്ലൂയിഡിന്റെ പുനരാഗീരണം തടസ്സപ്പെടുന്നത് മൂലം അവിടെ ഒരു പ്രഷർ ഉണ്ടാവുകയും തന്മൂലം കോർണിയയ്ക്കും എവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ, റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശമുണ്ടാവുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോക്കോമ എന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇങ്ങനൊരു ഗ്ലോക്കോമ കണ്ണ് എന്ന് മാത്രം പഠിച്ചിട്ട് പോരില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ വേണം. ഓക്കെ അല്ലേ? പഠിക്കണം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ്. എലിപ്പനി ഫംഗസ് ആണോ? എലിപ്പനി എന്ന് പറയുന്ന ഫംഗസ് ആണോ? എലിപ്പനി ഫംഗസ് ആണ്. എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്നതുകൊണ്ട് എലിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. സോ എലിപ്പനി ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ? ലെപ്റ്റോസ്പൈറ. അതുകൊണ്ട് അതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നു. സോ അത് തെറ്റാണ് അല്ലേ? ക്ഷയം ബാക്ടീരിയ ആണ്. ക്ഷയരോഗം ബാക്ടീരിയൽ രോഗമാണ് അല്ലേ? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ക്ഷയം പരത്തുന്നത്. അത് കറക്റ്റ് ആണ്. വട്ടച്ചൊറി പ്രോട്ടോസോവ ആണോ? വട്ടച്ചൊറി എന്ന് പറയുന്നത് ആര് പരത്തുന്നതാണ്? ഫംഗസുകൾ പരത്തുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഫംഗസുകൾ പരത്തുന്ന രോഗമാണ്. അടുത്ത നിപ്പ വൈറസ്. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നമ്മുടെ രോഗവും രോഗകാര്യങ്ങളിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ആദ്യത്തെ കണ്ണി ഏതാണ് എന്നുള്ളതാണ്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ്? അവസാന കണ്ണി ആരാണെന്ന് പറഞ്ഞു. ആരാണ്? മാംസഭോജികളാണെങ്കിൽ ആദ്യത്തെ കണ്ണി ആരാണ്? അതായത് നമ്മളൊരു ഭക്ഷ്യ ശൃംഖല സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? ഉൽപാദകരിൽ നിന്നാണ് അല്ലെ? ഉൽപാദകർ അഥവാ സസ്യങ്ങളിൽ നിന്നാണ്. സസ്യങ്ങളിൽ നിന്നാണ് ഭക്ഷ്യ ശൃംഖല സ്റ്റാർട്ട് ചെയ്യുന്നത്. സസ്യങ്ങളിൽ നിന്ന് ആദ്യം പോകുന്നത് സസ്യങ്ങളെ ഭക്ഷിക്കുന്ന സസ്യഭോജികളിലേക്ക് പോകും അല്ലെ? സസ്യഭോജികൾ. അത് കഴിഞ്ഞ് സസ്യഭോജികളെ കഴിക്കുന്ന മാംസഭോജികളിലേക്ക് പോകും. മാംസഭോജികൾ. ഇങ്ങനെയാണ് ഒരു ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന അവസാന കണ്ണികൾ ആരാണ്? അവസാന കണ്ണികൾ മാംസഭോജികളാണ് എങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണെന്ന്. ഇവിടെ ആദ്യത്തെ കണ്ണി ആരാണ്? ഹരിത സസ്യങ്ങളാണ് അല്ലെ? ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ഹരിത സസ്യങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ എന്തെന്ന് പറയുന്നത്? ഉൽപാദകർ എന്നറിയപ്പെടുന്നത് അല്ലെ? ഉൽപാദകർ വാട്ടറും ജലവും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് അല്ലെ ഇലയിലെ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച് എന്ത് നടക്കുന്നു? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്, ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും അല്ലെ? ആ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസും എല്ലാം നിർമ്മിക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നടത്താൻ കഴിവുള്ള ഹരിത സസ്യങ്ങൾക്കാണ്. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേര് ഉൽപാദകർ എന്നാണ്. വളരെ ബേസിക് ലെവലായിട്ടുള്ള ചോദ്യമായിരുന്നു. ഈസിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് പകരുന്നില്ല എന്നുള്ളത്. എയ്ഡ്സ് എന്താണെന്ന് നമുക്കറിയാം. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന രോഗമാണ്. എയ്ഡ്സ് എന്ന് പറയുന്ന വൈറസ് രോഗമാണ്. ഏത് വൈറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എയ്ഡ്സ് ബാധിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആരാണ്? ലിംഫോസൈറ്റുകളാണ്. ഈ ലിംഫോസൈറ്റുകളാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നത്. HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അവ ക്രമേണ പതിയെ ആരെ ഇല്ലാതാക്കുന്നു? രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളെ ഇല്ലാതാക്കുന്നു. ആ അവസ്ഥയാണ് നമ്മൾ എയ്ഡ്സ് അഥവാ എയ്ഡ്സ് എന്ന് പറയുന്നത്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് പകരുന്നത്? പ്രധാനമായിട്ടും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകരാം.
തീർച്ചയായിട്ടും പകരാം. സിറിഞ്ചോ സൂചിയോ മാറ്റി പങ്കുവയ്ക്കുന്നതിലൂടെ എന്ത് ചെയ്യാം? ഈ രോഗം പകരാം. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഈ രോഗം പകരാം. എന്തിലൂടെ പകരില്ല? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരില്ല. ഇനി ഒരു രീതിയിലൂടെ കൂടെ പകരും. ഏത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തദാനം. രോഗമുള്ള ഒരാള് രക്തദാനം ചെയ്യുന്നതിലൂടെ അങ്ങനെ പകരാം. അപ്പൊ രോഗം പകരുന്നത് ഈ 3 മെത്തേഡിലൂടെയാണ്. കൊതുകുകൾ വഴിയോ ഈച്ചകൾ വഴിയോ എന്ത് ചെയ്യില്ല? രോഗം പകരില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ LGS എക്സാം എടുത്തു. അപ്പോൾ ഇനിയും പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷുവർ ഷോട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സിലബസ് പ്രകാരമുള്ള എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകളും, അതേപോലെ ഡെയിലി നമ്മൾ 2 hours ലൈവ് സെക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ എക്സാമുകൾ, ക്ലാസ്സിൻ്റെ നോട്ട്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന ലിങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.